ആ സ്ഥാപനത്തിൽ ഇന്ന് നടക്കുന്നത് ഇവര് വിചാരിക്കും പോലെയല്ല. ഈ വെളിപ്പാടുകളുടെ സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന പ്രമുഖരായ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ നടക്കുന്നത് നിക്കാബ് നിരോധനമല്ല, പർദ്ദ നിരോധിക്കാനുള്ള ആദ്യ പടി മാത്രമാണിത്. നാളെ ഒരു പർദ്ദ നിരോധിക്കും. അതിനവിടെ തെളിവ് പറഞ്ഞു. അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ട ഒരു പെണ്ണ്, അവിടെ ഉള്ള വസ്ത്രം നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ട പ്രവർത്തകർക്ക് ചുരിദാറാണ് വേഷം. അതിൽ ഒരു പെണ്ണ് അതേ കളറിലുള്ള പർദ്ദയിട്ട് വന്നു. ആ പെണ്ണിനെ പുറത്താക്കിയില്ലേ നിങ്ങൾ? സമൂഹം അറിയാത്തതുകൊണ്ടല്ലേ? പർദ്ദയിട്ടതിന്റെ പേരിൽ ആ പെണ്ണിന് ജോലി നഷ്ടപ്പെട്ടു. വേറൊരു സ്ത്രീ അതുപോലെ പർദ്ദ ധരിച്ചു വന്നപ്പോ പീഡിപ്പിച്ച് സ്വയം രാജിവെച്ച് പോകേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, വസ്തുനിഷ്ഠമായി ആ സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവരുടെ പേര് പറഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കൃത്യമായി ആ വിവരം വളരെ വിശദമായി ശേഖരിച്ച് പഠിച്ചതിന്റെ ശേഷമാണ്. കോളേജിനോട് നമുക്ക് എതിർപ്പില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, സത്യത്തിൽ അവിടെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ട ആളുകളിൽ ഒന്നിലധികം പേർക്ക് പർദ്ദ ധരിച്ചതിന്റെ പേര് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അതേ സ്ഥാപനത്തിൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രമുഖനായ ഒരു ഡോക്ടർ, കോഴിക്കോട്ടുകാരനായ പ്രമുഖനായ ഒരു ഡോക്ടർ, ഒരു പക്ഷേ ഇരിക്കുന്ന പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടാകും. പേരൊരു പൊതുവേദിയിൽ പറയുന്നത് ശരിയല്ലല്ലോ. പ്രസംഗം കഴിഞ്ഞ് സ്വകാര്യമായി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അദ്ദേഹത്തിന്റെ മരുമകൾ BDS പഠിച്ചോടെ. അദ്ദേഹത്തിന്റെ മരുമകൾ, ഞാൻ വെളിപ്പാട് അകലെയാ പ്രസംഗിക്കുന്നത്, എന്റെ പ്രസംഗം കേൾക്കുന്ന ആളെ ചാനൽ പ്രതിനിധികളുണ്ട് ഇവിടെ. അയാളുടെ മകൾ അവിടെ മരുമകൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിച്ച ഡോക്ടറെ പേരറിയാം. ആ BDS കോളേജിൽ ഈ കുട്ടിയെ ബുദ്ധിമുട്ടിച്ച ഡോക്ടറെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പരസ്യമായി പറയാത്തതുകൊണ്ടാ. മാന്യതയുടെ പേരിൽ ബുദ്ധിമുട്ടിച്ച് ആ പെണ്ണിനെ നിക്കാബ് എടുപ്പിച്ചു. ആ പ്രഗത്ഭനായ ഡോക്ടർ, ദീനിയായി ജീവിക്കുന്ന ഡോക്ടർ, അയാളുടെ മരുമകൾക്ക് BDS പൂർത്തിയാക്കണമെങ്കിൽ നിക്കാബ് മുഖത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ആ പെൺകുട്ടി അങ്ങനെ തന്നെ തുറന്നിട്ട് കൊണ്ട് പഠിക്കേണ്ടി വന്നു.